നമുക്കറിയാം 150 ദിവസമായി സമരം തുടരുകയാണ്. 150 ദിവസം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. എന്താണ് ഇതേക്കുറിച്ച് പറയുവാനുള്ളത്? നമ്മുടെ സമരം ഇപ്പോൾ 150-ാം ദിവസം. ഇന്നലെ 150 വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ പോയി. നമുക്ക് ഒത്തിരി പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കൾ അവര് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന മണ്ണിന് വേണ്ടി അവര് തന്നെ സമരത്തിനിറങ്ങിയ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഏകദേശം 150ഓളം മാതാപിതാക്കളാണ് ഇന്നലെ സമരപന്തലിൽ എത്തിച്ചേർന്നത്. അവര് തന്നെ അവർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി വീണ്ടും സമരത്തിനിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെയും ഭരണാധികാരികളുടെയും ഒരു കെടുകാര്യസ്ഥതയാണെന്ന് മുനമ്പം ജനത ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം കഴിഞ്ഞതെല്ലാം നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സമരം കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചവർക്കുള്ള ഒരു താക്കീതാണ് ഇന്നലെ ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെ സമരപന്തലിലോട്ട് ഇറങ്ങി തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നതായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും കടന്നുവരവ്. പലരുടെയും ഷുഗർ കുറഞ്ഞു പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ഒത്തിരി വേദന തോന്നി. നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഈ പ്രായമായവരെ കൊണ്ട് ഈ പൊരിവെയിലത്ത് ഇരുത്തേണ്ടി വന്നത് ഓരോ രാഷ്ട്രീയ ഭരണാധികാരികളും തലകുനിക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇനിയും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ വരും. മുനമ്പം ജനത രക്ഷപ്പെടും, ഇന്ത്യ രക്ഷപ്പെടുമെന്ന് ഓർത്ത് മുനമ്പം ജനത ഇനി കാത്തിരിക്കുകയാണ്. ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, പ്രതിപക്ഷം വീണ്ടും എതിർ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത സമരമുറയായ 610 കുടുംബങ്ങളും ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. ഇതിന് ഒരു പരിഹാരം കാണുന്നത് വരെ കടലിൽ നിന്ന് സത്യാഗ്രഹം ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്, ഞങ്ങൾ കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്നലെ പ്രായമായ കിടപ്പിലായി പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ വരെ ഇന്നലെ ആ സമരമുഖത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ കൂടുതൽ ഊർജത്തോടെ തന്നെയായിരിക്കും ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവുക. ഇതുവരെ ഞങ്ങളുടെ സമരം കൊണ്ട് ഒരു റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയോ ഒരു മന്ത്രിമാരെ തടയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമാധാനപരമായ ഒരു സമരം തന്നെയാണ് ഞങ്ങൾ 150 ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു കേസ് പോലും ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമരങ്ങൾ അതുപോലെ തന്നെ സമാധാനപരമായിരിക്കും. പക്ഷേ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാകുമ്പോൾ പ്രതിപക്ഷം ശബ്ദമുയർത്തുകയാണെങ്കിൽ, അത് തടയുകയാണെങ്കിൽ കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന സമരമുറ 610 കുടുംബങ്ങൾ കടലിലിറങ്ങി നിന്ന് സത്യാഗ്രഹം ചെയ്യും. ആ സത്യാഗ്രഹം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളടക്കം പൂർണ്ണമായ അധികാരത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ഉറപ്പു നൽകിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ കടലിൽ നിന്ന് തിരിച്ചു കയറുകയുള്ളൂ. അത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ എല്ലാ പ്രതിപക്ഷ എംപിമാരെയും അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നലെ 150-ാം ദിനത്തിൽ മുനമ്പം ജനതയെ ഇവിടെ വന്നും അല്ലാതെയും സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ എല്ലാ മുനമ്പം ജനതയെ നെഞ്ചോട് ചേർത്ത് വെച്ച എല്ലാവരോടും മുനമ്പം ജനതയ്ക്കുള്ള കടപ്പാട് അറിയിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ ഈ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. ഇനി എത്ര നാളുകൾ കൂടി ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്? ഞങ്ങൾ വിചാരിക്കുന്നത് പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി വന്നാൽ ഞങ്ങൾക്ക് ഈ സമരം ഏകദേശം അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ ബാക്കി ഞങ്ങൾ കോടതി വഴി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിനൊരു ശാശ്വതമായ പരിഹാരം പാർലമെന്റിൽ വരുന്ന വഖഫ് നിയമ ഭേദഗതിയിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഈ പാർലമെന്റിൽ നിയമം പാസ്സായി എന്ന് വിചാരിക്കുക, അപ്പോൾ മുനമ്പത്തെ പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായും തീരും എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, ഇപ്പോൾ വന്നിരിക്കുന്ന നിയമ ഭേദഗതി അനുസരിച്ച് അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുനമ്പം ജനതയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമ ഭേദഗതി പാസ്സായാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, മുനമ്പത്ത് നിന്നും സിജി ജിൻസനാണ് നമ്മളോട് പ്രതികരിച്ചത്.